ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു അപ്ഡേറ്റ് പെരുമഴയായിട്ട് വരുന്നത്. ജനനായകൻ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ലെവലുള്ള അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലിയോ 2 മാസ്റ്റർ 2ന്റെയും ഒരു ഐഡിയ വിജയിന്റെ അടുത്ത് പറഞ്ഞുവെന്ന് ലോകേഷ് ലേറ്റസ്റ്റ് ആയി കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അത് ഒരുപാട് മുൻപാണ്, പൊളിറ്റിക്സ് ഒക്കെ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ്. വിജയ് ഇല്ലാണ്ട് LCU മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നും ലോകേഷ് എടുത്തു പറഞ്ഞു. ലോകേഷ് എന്തായാലും 2026 ഇലക്ഷൻ കഴിഞ്ഞ് ഇതിനെ കുറിച്ച് സംസാരിക്കുമെന്ന് തോന്നുന്നു. നെക്സ്റ്റ്, ജനനായകൻ നരയൻ ഈ പടത്തിലെ കാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. നരയൻ ജനനായകന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ ക്യാരക്ടർ അല്ല, ജസ്റ്റ് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ പോലെയാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. നരയൻ ഒരു സയന്റിസ്റ്റ് ക്യാരക്ടറായിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു സാധാ ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്, വെറും ഒരു സയന്റിസ്റ്റ് ക്യാരക്ടർ. എന്നാൽ പുതുതായി കിട്ടിയ റൂമർ ഒരു റോബോട്ടായിട്ട് ബന്ധമുള്ള ടൈപ്പ് സംഭവങ്ങൾ പടത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. സത്യമാണെന്നറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്നു. ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ പടത്തിൽ എങ്ങനെ റോബോട്ടിക് എലമെന്റ്സ് ഒക്കെ വരിക, ചിലപ്പോൾ ഒരു കോമഡി സീൻസ് ആയിരിക്കാനും ചാൻസ് ഉണ്ട്. ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട. അതുപോലെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ജനന 2 അപ്ഡേറ്റ്സ് കൂടെ ഉണ്ട്. ഇതിലൊരു ഫൈറ്റ് സീക്വൻസ് അപ്ഡേറ്റ് ആണ്. ഒരു ആഫ്രിക്കൻ ജയിൽ ഫൈറ്റ് സീൻ ഉണ്ട്. അതൊരു ത്രില്ലിംഗ് ആയ ഒരു നല്ല ഇന്റൻസ് ആയ ഫൈറ്റ് സീൻ ആണെന്ന് പറയുന്നു. വിജയുടെ പോലീസ് സീക്വൻസ് ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്കിൽ ഒതുങ്ങാതെ പടത്തിൽ മെയിൻ ആയിട്ട് തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുപോലെ നമ്മളെല്ലാവരും ജന അതിന്റെ ഗ്ലിംസ് കണ്ടു കാണും, പോലീസ് വേഷം നടന്നു വരുന്നതൊക്കെ. അതൊരു സോഡൊക്കെ വെച്ചുള്ളതാണ് നമ്മൾ കണ്ടത്. ന്യൂ അപ്ഡേറ്റ് പ്രകാരം അത് വിജയുടെ ഇൻട്രോ സീക്വൻസിലെ ഒരു കട്ട് മാത്രമാണ്. ഒരുപാട് ടൈമിന് ശേഷം ഫാൻസിന് കിട്ടാൻ പോകുന്ന ഒരു മാസ് എൻട്രി ആയിരിക്കും ഇത്. പക്ഷെ ഇതിൽ കേട്ടിട്ട് അൺഎക്സ്പെക്റ്റഡ് തോന്നിയത് തുടക്കം തന്നെ വരുന്ന ഫൈറ്റാണ്. അത് വൺ വയലൻസ് ആണെന്നാണ് കേൾക്കുന്നത്. വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും വയലൻസ് കാണിക്കാൻ പോകുന്ന സീനാണെന്നും അപ്ഡേറ്റ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. കാരണം പൊളിറ്റിക്സ് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് സീൻസ് ഇൻസ് ഒക്കെ ഒരുപാട് കുറയ്ക്കുമെന്ന് കരുതി. പക്ഷെ നോ കോംപ്രമൈസ് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ബീസ്റ്റ് പോലെ ആകാതിരുന്നാൽ മതി. ബീസ്റ്റിൽ കിടിലൻ ഇൻട്രോ ഫൈറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ദുരന്തമായിരുന്നു. ഫൈറ്റ് സീൻസിന് ഒരു നല്ലൊരു ഹൈപ്പ് ഉണ്ട് ഇപ്പോൾ. എന്തായാലും നല്ലൊരു കിടിലൻ ഫൈറ്റ് സീൻസ് കിട്ടിയതെന്ന് ആഗ്രഹിക്കുന്നു, ലിയോ പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ വളരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.